എന്നോടൊപ്പമുള്ള അതിഥി വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ടി.പി. ഗിരീഷ് ചേട്ടനാണ്. ഗിരീഷ് ചേട്ടാ, സ്വാഗതം. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഗിരീഷ് ചേട്ടനുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു സന്തോഷ വാർത്ത, അതായത് നമുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് മികച്ച പ്രവർത്തനങ്ങൾക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ അവാർഡുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരോട് ഒന്ന് സംസാരിക്കുക. വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 14 വർഷം പിന്നിടുന്നു. അപ്പോൾ ഈ കാലയളവിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഒരു പരിധിവരെ നടത്തി കൊടുക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഓട്ടോ റിക്ഷാ തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഓട്ടോറിക്ഷയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാ വർഷവും ആവശ്യമായിട്ടുള്ള വണ്ടി ടെസ്റ്റ് നടത്തുന്നതിനും മറ്റ് റിപ്പയറുകൾ വരുന്ന സമയത്തും ആവശ്യമായിട്ടുള്ള സാമ്പത്തിക കൈകളിലില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോയി ഈ ഒരു പലിശക്കാരനെ കാണുകയും അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുകയും ഓടിക്കിട്ടുന്ന മുഴുവൻ സംഖ്യയും അവർ ഈ പലിശക്കാർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കടത്തുനിന്ന് കടത്തിലേക്ക് ഇങ്ങനെ കുപ്പൂത്തി പോകുന്ന പലരും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഒരാൾ തന്നെയാണ് ഇതിന് തുടക്കം കുറിക്കാനുണ്ടായ ഒരു കാര്യം. അപ്പോൾ ഇത് നിരന്തരം ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ തുടക്കക്കാരനായ ശ്രീ CK രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുകയും അതുപോലെ നമ്മുടെ മദ്രാസ് ഹോട്ടലിലെ PV നാരായണസ്വാമി, നാണാവെന്ന് വിളിക്കുന്ന അദ്ദേഹവും ഒക്കെ മുൻകാലങ്ങളിൽ അത് കൂടിയിരുന്ന് ആലോചിക്കുകയും ഇതിനെക്കുറിച്ച് ചെയ്യണം എന്ന് ആലോചിക്കുകയും അങ്ങനെ ആണ് ഈ ഒരു സൊസൈറ്റിയെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരികയും സൊസൈറ്റി രൂപീകരിക്കണമെന്ന് പറയുകയും അങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിക്കേണ്ടത്. അപ്പോൾ ആ സൊസൈറ്റി രൂപീകരണം തീർത്തും തൊഴിലാളികൾക്ക് മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമാവണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സംഘം നിലവിൽ വന്നത്. അവിടുന്ന് ഇങ്ങോട്ട് അത് പടിപടിയായി അതിൻ്റെ വളർച്ച ഉണ്ടാവുകയും CK രാമേന്ദ്രൻ തന്നെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് കുറേ കാലം പ്രവർത്തിക്കുകയും സംഘം ലാഭകരമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്താണ് ആകസ്മികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉണ്ടാവുകയും, അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്ന ഞാൻ അങ്ങനെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 2.5 വർഷത്തോളമായി ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ വളർച്ച ഒന്നുകൂടി നമ്മൾ ത്വരിതപ്പെടുത്തി എന്ന് പറയാം. മുൻപുണ്ടായിരുന്നതിൽ നിന്ന് കുറച്ചുകൂടി അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു മാറ്റം വരികയുണ്ടായി. സ്ഥാപനത്തിൽ മുമ്പുണ്ടായിരുന്ന ഓഫീസിൽ നിന്ന് കുറച്ചുകൂടി ആധുനികപരമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പുതിയ ഒരു ഓഫീസിലേക്ക് മാറേണ്ടായി. അതുപോലെ തന്നെ സംഘത്തിൻ്റെ മറ്റുള്ള മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നുകൂടിയും വിപുലപ്പെടുത്തി. അതുപോലെ ഈ കഴിഞ്ഞ വർഷം കേരളത്തിലെ സഹകരണ വകുപ്പ് നടത്തിയ ഒരു സർവേയുടെ അതുപോലെ തന്നെ അവരുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘമാണ് സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനം. ഏറ്റവും നല്ല പ്രവർത്തന മികവിനുള്ള അവാർഡാണ് സംഘത്തിന് ലഭിച്ചത്. അതുപോലെ ജില്ലയിലെ ഏറ്റവും നല്ല സഹകരണ സംഘമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഘമാണ്. അതുപോലെ ഇത് പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ കിട്ടിയൊരു കാര്യമല്ല. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നിക്ഷേപ സമാഹരണത്തിൽ 1-ാം സ്ഥാനം, അതുപോലെ ഈ പ്രവർത്തന മികവിൽ നമ്മൾ ജില്ലയിൽ 1-ാം സ്ഥാനം ഒക്കെ വരും. പക്ഷേ സംസ്ഥാന തലത്ത് തന്നെ
ഒരു മൂന്നാമത്തെ സംഘമായിട്ട് നമ്മളതിനെ അംഗീകരിച്ചത് കഴിഞ്ഞ വർഷമാണ്. അതിൻ്റെ അവാർഡ് തന്നത് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എം വാസവനാണ്. വാസവൻ മന്ത്രിയുടെ കയ്യിൽ നിന്നാണ് അത് അങ്കമാലിയിൽ വെച്ചിട്ടുള്ളൊരു ചടങ്ങിൽ നിന്ന് അത് സ്വീകരിക്കാൻ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അത് വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മേഖല വിപുലപ്പെടുത്തി. നമ്മൾ ആദ്യം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടയിൽ മാത്രമായിരുന്ന സംഘം ഇപ്പോൾ മുഴുവൻ ഓട്ടോമൊബൈൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആർക്കും ഇതിൻ്റെ ആനുകൂല്യം, ഇവിടെ നിന്ന് ഉള്ള ബെനിഫിറ്റുകൾ സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതായി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തന മേഖല വെറും 5 പഞ്ചായത്തുകളിൽ മാത്രമേ ഒതുങ്ങി നിന്നിരുന്നത് തുടക്കത്തിൽ. അതിനെ ഇപ്പോൾ നമ്മൾ തലപ്പള്ളി താലൂക്കിൽ മുഴുവൻ ആയിട്ട് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സജീവമായിട്ടുള്ള ഒരു നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഇടപാടുകാരാണ് ഏറ്റവും കൂടുതൽ. അതായത് ചെറിയ ചെറിയ നിക്ഷേപകർ, ചെറിയ സംഖ്യകൾ, ഒരു 5000 രൂപയൊക്കെ ഡെപ്പോസിറ്റ് ഇടുന്ന അതുപോലെയുള്ള ചെറിയ ചെറിയ നിക്ഷേപകരും അതുപോലെ ലോണുകൾ, ചെറിയ പൈസയുടെ ആവശ്യങ്ങൾക്കുള്ള സംഘവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോകുന്ന ഒരു മേഖലയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം. ഇത് എനിക്ക് തോന്നുന്നത് പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ നമ്മുടെ തലപ്പള്ളി താലൂക്കുകളിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലേ? നമ്മുടെ താലൂക്കിലും തൃശ്ശൂരും പാലക്കാടും മാത്രമാണ് ഈ ഓട്ടോമൊബൈൽ സൊസൈറ്റി ഉള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ ശരിക്കും നിക്ഷേപകർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്? മറ്റുള്ള സൊസൈറ്റിയായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടോ? അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ഇതാണ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നിയമപരമല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഇത്. നിയമപരമായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശകൾ എത്ര ശതമാനം കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ കുറേ ആളുകൾക്ക് ഇത് അറിയാണ്ട് പോകുന്നു തോന്നുന്നു എനിക്ക്. 8.1 ആണ് സാധാരണ ഡെപ്പോസിറ്റിനുള്ളത്. പിന്നെ മുതിർന്ന പൗരന്മാർക്ക്, സീനിയർ സിറ്റിസൺസിന് ഒരു 0.5% കൂടി, അപ്പോൾ 8.6% ഡെപ്പോസിറ്റിന് പലിശ കിട്ടുന്നുണ്ട്. പിന്നെ മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീമുണ്ട്, അതുപോലെ ഡെയിലി ഡെപ്പോസിറ്റുകളുണ്ട്, SB അക്കൗണ്ടുകളിൽ നമുക്ക് സാധാരണ ബാങ്കുകളിൽ ഉള്ള എല്ലാ ഫെസിലിറ്റികളും നമുക്കിവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാഹന വായ്പകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ പ്രോപ്പർട്ടി ലോണുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, മറ്റുള്ള ലോണുകൾ. അത് എല്ലാ തരത്തിലുള്ള ലോണുകളും അതൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ലോണുകൾക്കൊക്കെ ഇൻട്രസ്റ്റ് പലിശ എങ്ങനെയാണ് വരുന്നത്? അത് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അത് കൃത്യമായിട്ട്. പിന്നെ കൃത്യമായിട്ട് ഇത് ലോണുകൾ അടയ്ക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ഡിമിനിഷിങ് രീതിയിലുള്ള പലിശയാണ് തോന്നുന്നത്. നമ്മൾ ചെയ്യുന്നത് ഡിമിനിഷിങ് ആണ്. അടച്ച സംഖ്യയ്ക്ക് പലിശ ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾ കൃത്യമായിട്ട് പൈസ അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യം ഉണ്ടായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടാകുന്ന പലിശ ആയിരിക്കില്ല, അയാൾ കൃത്യമായിട്ട് അടച്ചു വരുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ വളരെ കുറഞ്ഞൊരു സംഖ്യ ആയിരിക്കും അതിൻ്റെ പലിശ ഉണ്ടാവുക. അപ്പോൾ അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെയിനായിട്ട് ഈ ഓട്ടോമൊബൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവർക്ക് ഡെയിലി ബേസിസിൽ പൈസ അടയ്ക്കാൻ സാധിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരത് കൃത്യമായിട്ട് അടയ്ക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവണം. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടും. അതുപോലെ തന്നെ സംഘം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ മെമ്പർമാർക്ക് 10% ഡിവിഡൻഡ് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ബാങ്കുകളിൽ ഇപ്പോൾ ഒരു നാഷണലൈസ് ബാങ്കിൽ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്താൽ തന്നെ ഇപ്പോൾ 7%, 7%, 6% ഒക്കെയാണ് പലിശ കിട്ടുന്നത്. അപ്പോൾ ആ എമൗണ്ട് ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന സാഹചര്യമാണെങ്കിൽ 10% അവർക്ക് തിരിച്ച് വർഷത്തിൽ കിട്ടുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു ലൈസൻസിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, അവർ വരണം, അതിൻ്റെ അപേക്ഷ തരണം, അത് ഭരണസമിതിയിൽ വെച്ച് പാസ്സാക്കണം. എന്താ വെച്ചാൽ ചില കാലങ്ങളിൽ
ചില സമയങ്ങളിൽ എല്ലാ സമയത്തും എല്ലാവർക്കും എപ്പോഴും മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു ഇതല്ല. കാരണം സംഘത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ അവർ ആദ്യം തന്നെ ഒരു അപേക്ഷ തരണം. അത് ഭരണസമിതിയിൽ വെച്ച് ആൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു തീരുമാനമെടുത്ത് ആൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അതിലെങ്ങനെ എന്തെങ്കിലും എമൗണ്ടുകൾ അവർ അതിന് മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള ഒരു ചെറിയ സംഖ്യയുണ്ട്. അപ്പോൾ മിനിമം ഇത് ഒരു 500 രൂപ വരെയൊക്കെ ആണ് അതിൻ്റെ മെമ്പർഷിപ്പ് ഫീസ്. നമ്മൾ മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ചാൽ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അത് 3 വർഷം കഴിഞ്ഞ് 3 വർഷം മിനിമം പീരീഡ് ഉണ്ട്, ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് നിയമമാണ്. 3 വർഷം കഴിഞ്ഞിട്ടാണ് അത്. ഇപ്പോൾ ഈ ഞങ്ങൾ കാലാകാലങ്ങളിൽ ഈ മെമ്പർഷിപ്പിൻ്റെ ഇത് ഒരു മിനിമം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഖ്യ ഭരണസമിതി തീരുമാനിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ ഒരു മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് പറയുന്ന സമയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് 2 മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടാവും. ചിലപ്പോൾ ഷെയറുകൾ, അതായത് 2 ഷെയർ എടുക്കണമെന്ന് പറയും. ചിലപ്പോൾ ചിലപ്പോൾ 4 5 ഷെയർ എടുക്കേണ്ട. അതായത് അത് നമ്മൾ സംഘത്തിൽ ഒരു മിനിമം ഒരു ഷെയറിൻ്റെ ഒരു ഇത് വയ്ക്കും. അത് ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതായത് ഈ സമയത്ത് ഇനി നമ്മളടുത്ത 3 മാസത്തേക്ക് കൊടുക്കുന്ന ഷെയറുകൾ മിനിമം ഇത്ര ഷെയറുകൾ എടുക്കുന്ന ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്താൽ മതി എന്നുള്ള തരത്തിൽ. അപ്പോൾ അത് ആണ് അതിൻ്റെ ഒരു മാനദണ്ഡം. എല്ലാം ഭരണസമിതികൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഈ സഹകരണ സംഘത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? അത് പല സഹകരണ സംഘത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ കാടടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കരുവന്നൂരൊരു പ്രശ്നമുണ്ടായി. അത് അവിടുത്തെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയവും എല്ലാം അതിൽ കാര്യമൊക്കെ കൂടിയിട്ടുണ്ടായ ഒരു പ്രശ്നങ്ങളാണ്. പക്ഷേ അത് ഗവൺമെൻറ് അല്ലെങ്കിൽ സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യസമയത്ത് എടുക്കേണ്ട നടപടികൾ എടുക്കാതെ ഇരുന്നതുകൊണ്ടുണ്ടായ ചില കാര്യങ്ങളാണ്. സഹകരണ വകുപ്പ് കണ്ടെത്തിയതിൻ്റെ മുകളിൽ നടപടി എടുക്കാത്തതിൻ്റെ മുകളിലുണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഇപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് മുഴുവൻ സഹകരണ സംഘങ്ങളെയും പീഡിപ്പിക്കുന്നൊരു കാരണം ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമമുണ്ടാക്കുന്ന ആളുകൾ അറിയുന്നില്ല ശരിക്ക് എന്താണ് ഫീൽഡിൽ ഉള്ളത്. ഈ സഹകരണ സംഘം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും അത് ജനങ്ങളുടെ ഇടയിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ഓരോ സർക്കുലർ വരും. ആ സർക്കുലറിനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഡേറ്റ് മാറ്റിയിട്ട് വീണ്ടും ആ സർക്കുലർ വരും. അങ്ങനെ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ എന്താണ് പറയേണ്ടത് അതിനുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായിട്ട് ഇതിൽ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിന് ഭരണസമിതി അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷേ സഹകരണ സംഘങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാകുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരു സാമ്പത്തിക ഒരാവശ്യം വരുന്ന സമയത്ത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു, അത് താൽക്കാലികമായിട്ട് അവർക്കത് നിന്ന് കരകയറണം, അതിന് ആവശ്യമായിട്ട് ഒരാൾ ഒരു സഹകരണ സംഘത്തിൽ വരുന്ന സമയത്ത് സാധാരണ നാഷണലൈസ് ബാങ്കുകൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ രേഖകളും കൂടുതൽ കാര്യങ്ങളും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെങ്ങനെയാണ് ഇവിടെ സഹകരണ സംഘത്തിനെ എങ്ങനെ അവരെ സഹായിക്കാൻ സാധിക്കും? അപ്പോൾ നാട്ടിലുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സഹകാരികളായിട്ടുള്ള ആൾക്കാർ ആണ് സഹകരണ സംഘം കൊണ്ടു നടക്കുന്നത്. ആ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് നാട്ടിലെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ കാര്യങ്ങൾ വരെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ആ സംഘം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആ സംഘത്തിന് ഇപ്പോൾ ഒരാൾ സമീപിക്കുന്ന സമയത്ത് അയാളുടെ വീട്ടിൽ ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ ആൾക്കത് തിരിച്ചടവിന് ശേഷിയുണ്ടോ എന്നെല്ലാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുന്നേ നമ്മൾ പറയുന്നുണ്ടോ? ഒരാൾ ലോൺ എടുക്കാൻ വരികയാണ്, അപ്പോൾ അവർ ഇനിയിപ്പോൾ ലോൺ അടച്ചില്ലെങ്കിൽ റിക്കവറിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ചെയ്യുന്ന അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഇതുണ്ട്, ഈടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള റെസ്ട്രിക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ പാടില്ല, ആ ഈട് എടുക്കാൻ പാടില്ല,
ഇപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് ഗോൾഡ് കൊണ്ടുവന്ന് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് ഇപ്പോൾ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്തിനാ സഹകരണ സംഘത്തിൽ വരുന്നവർ? അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള വസ്തു ഇപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, ഇന്ന പോലെയുള്ള വസ്തുക്കൾ ഇപ്പോൾ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ വരുന്ന ഒരാൾക്ക് അയാളുടെ നെൽകൃഷിയുടെ ആധാരം കൊണ്ടെന്ന് വെച്ചാൽ ലോൺ കൊടുക്കാൻ പാടില്ല. പുതിയ നിയമം അനുസരിച്ച് അവർക്കൊന്നും ലോൺ കൊടുക്കാൻ പാടില്ല. അവർക്ക് കാർഷിക ആവശ്യമാണ്. ഒരു കൃഷിക്കാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ കയ്യിലുണ്ടാവുക ഒരു പാടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നെൽകൃഷി ചെയ്യുന്ന വസ്തുവിൻ്റെ ആധാരമായിരിക്കും. ആ ആധാരം കൊണ്ടുവന്ന് തന്നിട്ട് അയാൾക്ക് കാർഷിക ആവശ്യത്തിന് എനിക്ക് ലോൺ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് അതാണ്. അപ്പോൾ അവർക്ക് ഒന്നാലും അവർ സ്വർണം കൊണ്ടുവന്ന് വെക്കണം, അല്ലെങ്കിൽ അവരുടെ മറ്റ് ഭൂമികൾ ഉണ്ടാവണം അയാളുടെ കയ്യിൽ. അപ്പോൾ അതൊന്നും ഇപ്പോൾ എല്ലാ ജനങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന തരത്തിൽ ഉള്ള വസ്തുക്കളൊന്നും ഉണ്ടാവില്ല. അത് അപ്പോൾ പണ്ട് കാലത്ത് ഇതൊക്കെ കൺസിഡർ ചെയ്തിരുന്നു. കാരണം ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ഇതൊന്നും, പിന്നെ ചെറിയ തോതിലൊക്കെയുള്ള ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു 2-3% ചിലപ്പോൾ നമ്മൾ ആൾക്കാർ പ്രതീക്ഷിക്കാതെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയോ, ഇപ്പോൾ ഒരാൾ ലോൺ എടുത്തു ഇത് ചെയ്യുന്ന സമയത്ത് അയാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മാരകമായിട്ടുള്ളൊരു അസുഖം പിടിപെട്ടു ഒരാൾക്ക്, ആ കുടുംബം തന്നെ തകർന്നു പോവുകയാണ്. ആ സമയത്ത് അയാൾ ഒരു പക്ഷേ ഈ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സഹകരണ സംഘങ്ങൾ മുൻകാലങ്ങളിൽ സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതികൾ എഴുതിത്തള്ളലൊന്നും നടക്കില്ല. പക്ഷേ അതിനുള്ള കാലാവധി കൊടുക്കുകയും അതിനുള്ള പലിശകളിൽ ഇളവുകൾ കൊടുക്കുകയും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സമയത്ത് അതൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം എല്ലാം ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് അവർ തരുന്നതിൽ നിന്ന് വിട്ടിട്ട് അത് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നമ്മളൊരു സൊസൈറ്റിയാണത്. അപ്പോൾ മാറി വരുന്ന സർക്കാരുകളാണ് നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഏത് രീതിയിലായിരിക്കണം അതിൻ്റെ നിയമങ്ങൾ എന്നുള്ളതൊന്ന് വേണ്ടത് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയായിരിക്കണം പരിഷ്കരിക്കുക? സഹകരണ സംഘങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്ന് പറയണം. ആ താഴേക്കടയിലുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്. അതിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം. അതല്ലാതെ ഇപ്പോൾ നാഷണലൈസ് ബാങ്കുകളുണ്ട്, അവരുടെ അടുത്തൊരു ലോണിന് പോയാൽ അവർ ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലോൺ കൊടുക്കും, ഒരു ആവശ്യമില്ല. അങ്ങനെ അത്തരത്തിൽ അവിടെ പോയി അത് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും സൊസൈറ്റികളെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് നാഷണലൈസ് ബാങ്കിൽ പോയിട്ട് എടുത്താൽ പോരെ. അപ്പോൾ സൊസൈറ്റികളിൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്ന അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അവരുടെ നാഷണലൈസ് ബാങ്കിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ്, അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ സഹകരണ സംഘങ്ങൾ നാഷണലൈസ് ബാങ്കുകൾ ചോദിക്കുന്ന ഡോക്യുമെന്റ്സും സെക്യൂരിറ്റിയേക്കാളും കൂടുതലാണ് ഇപ്പോൾ സഹകരണ സംഘങ്ങൾക്ക്. അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരിക്കും അത്. അത് പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ ഒരു സ്ഥലത്തൊരു തെറ്റ് ചെയ്തു, അപ്പോൾ ഇനി അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് മുഴുവൻ അങ്ങനെയുള്ള സാധ്യതകളും ഒഴിവാക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന എന്താ വെച്ചാൽ ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഇല്ലാതെയായി പോവുകയാണ്. സഹകരണ സംഘത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇല്ലാതെയായി പോവുകയാണ്. എന്തുകൊണ്ടൊരു സഹകരണ സംഘം വേണം, എന്താണ് സഹകരണ സംഘത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് പോലും ഇല്ലാത്തൊരു സാഹചര്യമായിട്ട് മാറുകയാണ്. നമ്മൾ ആസ് ഈക്വൽ ടു ഒരു നാഷണലൈസ് ബാങ്കിൻ്റെ തുല്യമായിട്ടുള്ള വേറൊരു സാമ്പത്തിക ഇടപാട് നടത്തുന്ന മറ്റൊരു ബാങ്ക് എന്ന് പറയാം, അതുപോലെയായി തീർന്നു. ഓക്കെ, ഇനി ഗിരീഷേട്ടൻ്റെ മനസ്സിൽ ഈ സൊസൈറ്റിയുടെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? സൊസൈറ്റി കേരളത്തിൽ മൊത്തം വിപുലീകരിക്കാനുള്ള ഒരു ഇതുണ്ടോ? അല്ല, സൊസൈറ്റിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇത് സ്ഥാപിച്ചതിന് ശേഷം ഇത് ഓരോ വർഷവും ഉണ്ടാവുന്ന ജനറൽ ബോഡി മീറ്റിങ്ങുകളിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സർക്കാർ വന്ന സ്ഥിതിക്കാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും പുതിയതായിട്ട് അല്ല, ഇത് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ബിൽഡിങ് വേണം.
സ്ഥലവും ബിൽഡിങ്ങും വേണം എന്നുള്ളതാണ്. അതെ, അതിലേക്കാണ് ഇനിയിപ്പോൾ അടുത്ത ഇത്. പിന്നെ ബ്രാഞ്ചുകൾ നമ്മൾ പല സ്ഥലത്തും തുടങ്ങാനുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നമുക്ക് ഈ നീതി സ്റ്റോറുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏതൊക്കെ മേഖലകളിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്നറിയില്ല. അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഏതൊക്കെ മേഖലകളിൽ എവിടെയാണ് അതിൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ ഓൾറെഡി ഒരു ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകൾ, നീതി മെഡിക്കൽ സ്റ്റോറുകൾ കുറേ എണ്ണമുണ്ട്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു മെഡിക്കൽ സ്റ്റോർ നമ്മൾ തുടങ്ങുന്നതിൽ അതുകൊണ്ട് കാര്യമില്ല. അതല്ല ഉദ്ദേശം. നമ്മൾ ശരിക്കും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹകരണ മേഖലയിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സർവീസ് അല്ല. അത് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചർച്ചയിലാണ്. അത് അതിനെക്കുറിച്ച് ഇപ്പോൾ സർവേ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാം. കാരണം ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾ അത് പല മേഖലകളിലും പോയി അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് മേഖലയിലാണ് ഇപ്പോൾ അതിനെ നമുക്കും ഫസ്റ്റിൽ ചെയ്യേണ്ടത് എന്നുള്ള ഇതിനനുസരിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ മേഖലയിൽ പറയുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ ജൂൺ 5-ാം തീയതി വരെയാണ്. അപ്പോൾ പലതരത്തിലുള്ള വൃക്ഷത്തൈകൾ കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സാമ്പത്തിക സഹായം ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് CK രാമചന്ദ്രൻ്റെ പേരിൽ ഒരു ചികിത്സാ സഹായത്തിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതൊരു എൻഡോമെൻറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും. അത് ഞങ്ങൾ വ്യാപാര വ്യവസായികൾ ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഇൻഷുറൻസിൻ്റെ പരിരക്ഷകളൊക്കെ ഇല്ല. ഞങ്ങൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമാണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ പറയാം. ഞങ്ങൾ മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളുടെ മുഴുവൻ മെമ്പർമാരെയും ഞങ്ങൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രീമിയം പൂർണ്ണമായിട്ടും സംഘമാണ് അടയ്ക്കുന്നത്. മെമ്പർമാരെന്ന് പറയുന്നത് ഇതിലുള്ള അംഗങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത എല്ലാവരെയും ഞങ്ങൾ ഇൻഷുറൻസിൽ പരിരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും മോട്ടോർ വാഹന മേഖലയിൽ പണിയെടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൻ്റെ പരിധിയിൽ അവരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ പ്രീമിയവും സംഘത്തിൻ്റെ കയ്യിൽ നിന്നാണ് അടയ്ക്കുന്നത്. അത് മെമ്പർമാർക്ക് യാതൊരു ബാധ്യതയില്ലാത്ത ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റത് വ്യാപാരികളുടെ പിരിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അതില്ല. ഇത് നമ്മൾ തന്നെ അത് മുഴുവൻ സംഘമാണ് ആ പൈസ അടയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി 5 കൊല്ലം പുതിയ സർക്കാരാണ്. അപ്പോൾ ഗിരീഷേട്ടൻ്റെയൊക്കെ ഒരു ആഗ്രഹം പോലെ നല്ല ഒരു ഭാവി ഈ സൊസൈറ്റികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് സംസാരിക്കുക. പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. 100% നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിന് നൽകുന്നതായിരിക്കും. അത് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തായാലും അതൊരു ഇന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ സഹകരണ മേഖലയിൽ ആവശ്യമാണെന്നും ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് അതിനെ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം 100% ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് ഉണ്ടായിരിക്കും. പിന്നെ കുടുംബത്തിനെ പറ്റി പറയാനാണെങ്കിൽ വൈഫ് ജോലിക്കൊന്നും പോകുന്നില്ല. അതായത് 3 കുട്ടികളുണ്ട്. ഇപ്പം മൂത്ത ആൾ ഇപ്പോൾ ബിടെക് കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയും ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞു. അങ്ങനെ പിന്നെ അച്ഛനുണ്ട് കൂടെ. അങ്ങനെ എങ്കക്കാടാണ് സ്വദേശം. സുഖമായിട്ട് ജീവിക്കുന്നു. ബേസിക്കലി ഞാനൊരു കർഷകനാണ്. അതുകൊണ്ട് കൃഷിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളോട്, പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാൻ? ഇല്ല, ഇത് നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം ഇത് ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സർവീസുകൾ നൽകുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന നിങ്ങളുടെ ചാനലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.